പാകിസ്ഥാൻ ഉണ്ടായത് തന്നെ ഒരു നാട് നന്നാകണം, വികസനം ഉണ്ടാകണം, ജനങ്ങൾക്ക് എന്തെങ്കിലും ക്ഷേമപ്രവർത്തനം നടത്തണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയല്ല. മതത്തിൻ്റെ പേരിലാണ് പാകിസ്ഥാൻ ഉണ്ടായത്. ഒരു മുസ്ലിം മതവിഭാഗങ്ങൾക്ക് എല്ലാവർക്കും ഒരു നാട് വേണം, ഒരു രാഷ്ട്രം വേണം എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഭാരതത്തെ പിളർത്തിയത്. അന്നേ മുഹമ്മദ് അലി ജിന്നയ്ക്ക് ഉണ്ടായിരുന്നത് ഒരു വർഗീയ ജ്വരമായിരുന്നു. മനസ്സിലൊരിക്കൽ പോലും ഒരു പ്രത്യേക സ്ഥലം കിട്ടിയതുകൊണ്ട് അവിടെ ഉള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്ന വികസന പദ്ധതികളോ ക്ഷേമ പ്രവർത്തനങ്ങളോ നടത്തി നാൾക്ക് നാൾ പുരോഗതിയിലേക്ക് നാടിനെ നയിക്കാൻ കഴിയും എന്നൊന്നും അദ്ദേഹം വിചാരിച്ചിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചിന്തിക്കുകയും മതാനുഷ്ഠാനങ്ങൾ മാത്രം മതി എന്ന് നിഷ്കർഷിക്കുകയും മറ്റുള്ളതിനെല്ലാം വിലക്കേർപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രം എങ്ങനെ പുരോഗതി പ്രാപിക്കാനാണ്? ഇതേ ആശയം വെച്ചുകൊണ്ടുണ്ടായ എല്ലാ രാഷ്ട്രങ്ങളുടെയും സ്ഥിതി തന്നെയാണ്. ഇനിയിപ്പോൾ സിറിയയുടെ അവസ്ഥ എന്താണ്? മറ്റ് പല രാജ്യങ്ങളും ഇപ്പോൾ എന്ത് പുരോഗതിയാണ് അവർക്ക് കൈവരിക്കാൻ കഴിയുക? മാറുന്ന കാലത്തിനനുസരിച്ച് രാഷ്ട്രത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം നേടിയെടുത്ത് ലോകത്തിൻ്റെ മുന്നിൽ പുരോഗതിയിലേക്ക്, വികസനത്തിലേക്ക് കുതിച്ച് ഉയർന്ന് ജനങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ കഴിവുള്ളവരാണ് എന്ന് തെളിയിക്കാൻ ഒരു ശ്രമവും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇതേവരെ ഉണ്ടായില്ല. അവർ എപ്പോഴും കണ്ണുവെച്ചത് ഈ ഭാരതത്തിലാണ്. ഭാരതത്തെ കടന്നാക്രമിച്ച് ഭാരതത്തിൻ്റെ ഭൂമി കവർന്നെടുത്ത് ഭാരതത്തെ ശിഥിലമാക്കുക, നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ അവർക്കുണ്ടായിട്ടുള്ളൂ. അതിനുവേണ്ടിയാണ് ഒരു രാഷ്ട്രം രൂപീകരിച്ചത് എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ആ ഒരു രാഷ്ട്രത്തിന് ഭരിച്ചിരുന്നവർക്കെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് സ്വന്തം നാടിനെക്കുറിച്ചോ ജനങ്ങളെക്കുറിച്ചോ ചിന്തിക്കാൻ അല്പം പോലും സമയം കിട്ടിയില്ല. അതാണ് ആ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുര്യോഗം എന്ന് വളരെ വ്യക്തമായി ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇത് കൊണ്ട് അവർക്കും പ്രയോജനമില്ല. ചുറ്റുപാടുമുള്ളവരൊക്കെ ശത്രുക്കളുമായി, തീവ്രവാദികൾ ഉള്ള നിലയ്ക്ക് ഭീകരപ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുന്നവർക്ക് അവർ എങ്ങനെയും പണമുണ്ടാക്കി തങ്ങളുടെ സാമ്രാജ്യം വികസിപ്പിക്കണമെന്നുള്ള ലക്ഷ്യം വെച്ച് മാത്രമാണ് അവരും പ്രവർത്തിച്ചത്. അതുകൊണ്ട് അവർ മയക്കുമരുന്ന് ഉണ്ടാക്കി കച്ചവടം നടത്തി പണം ഉണ്ടാക്കുക, മാഫിയ പ്രവർത്തനത്തിലൂടെ പണം ഉണ്ടാക്കുക, ആയുധങ്ങൾ സംഭരിക്കുക. ഈ ആയുധങ്ങൾ മുഴുവൻ സംഭരിക്കുന്ന ഭീകരവാദികൾ ഒരിക്കലും ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നില്ല. ആ ഭീകരപ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ മതം 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 എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് നമുക്ക് ഏറ്റവും അവസാനമായി പഹൽഗാമിൽ കാണാൻ കഴിഞ്ഞത്. മതം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ്, കലീമ ചൊല്ലാൻ അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വെടിവെച്ച് കൊല്ലുന്നു. പോയി മോഡിയോട് പറയൂ എന്ന് പറഞ്ഞ്, അപ്പോൾ അത്ര കണ്ട് ആളുകളെ ട്രെയിൻ ചെയ്ത് പറഞ്ഞയച്ച് ഭാരതത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിട്ട് ഭാരതത്തിൽ അസ്വസ്ഥതയും ശൈഥില്യവും ഉണ്ടാക്കി ഭാരതത്തെ മുഴുവൻ തച്ച് തകർത്ത് അന്തഛിദ്രം വളർത്തി ഈ അതിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു നാടിന് എങ്ങനെ സ്വയം ഉയരാൻ കഴിയുക? ഒരു പുരോഗതി ഒരു രംഗത്തും ഉണ്ടായിട്ടില്ല. അവിടുത്തെ വ്യവസായം, വാണിജ്യം, വ്യാപാരം, വിദ്യാഭ്യാസം, കൃഷി, ഏത് മേഖലയിലാണ് ഒരു ഉയർച്ച ആ സർക്കാരിനുണ്ടാകാൻ കഴിഞ്ഞിരിക്കുന്നു? അപ്പോൾ ദൈനംദിനം ആ നാട് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നാട് ഭരിച്ചവർക്ക് ആർക്കും യാതൊരു വിധത്തിലും ഉള്ള ഒരു ഡിപ്ലോമസിയോ നയതന്ത്രജ്ഞത അല്ലെങ്കിൽ വിശാലമായ കാഴ്ചപ്പാട്, നാട് ഉണർന്ന് ഉയർന്ന് വളർന്ന് വികസിച്ച് പടർന്ന് പന്തലിച്ച് ഉണ്ടാകണമെന്ന് ഏതൊരു ഭരണാധികാരിയും ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു സമീപനമോ വീക്ഷണമോ കാഴ്ചപ്പാടോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.